ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാശ്മോര മൂവിയെക്കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. കാർത്തിയെ നായകനാക്കി ഗോകുൽ സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ പീരിയോഡിക് ഹൊറർ കോമഡി സിനിമയാണ് കാശ്മോര. സിനിമയുടെ ഫസ്റ്റ് ലുക്കും ട്രെയിലറൊക്കെ വന്ന ടൈമിൽ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. അതിന് മെയിൻ റീസൺ ബാഹുബലി ആയിരുന്നു. കാരണം ആ ഒരു ടൈമിൽ ബാഹുബലിയൊക്കെ കത്തി കയറിയിരിക്കുന്ന ടൈം ആയതുകൊണ്ട് ബാഹുബലിയെ വരെ ബീറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു തമിഴ് സിനിമ വരുന്നുണ്ടെന്നുള്ള പല ന്യൂസും കേട്ടിരുന്നു. അങ്ങനെ കാശ്മീർ എന്ന സിനിമ ആ ഒരു ടൈമിൽ നല്ലൊരു ട്രെൻഡിങ് സംഭവം തന്നെയായിരുന്നു. എന്നാൽ റിലീസായപ്പോൾ സിനിമയ്ക്ക് ഫുൾ ആൻഡ് ഫുൾ ആവറേജ് റെസ്പോൺസ് മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം, അനാലിസിസിലേക്ക് പോവാം. കാശ്മോര ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഹൊറർ കോമഡി ജോണറിൽ പെടുന്നൊരു സിനിമയാണ്. ആ ഒരു ജോണറിനോട് ഈ ഒരു സിനിമ 100% നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നീതി പുലർത്തിയിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമല്ല, വേറെയും പല ഇഷ്യൂസും സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് നോച്ച് സംഭവമായിരുന്നു. അത്രയും കിടിലം ഫസ്റ്റ് ഹാഫ് ആയിരുന്നു കാശ്മോര എന്ന സിനിമയുടേത്. സിറുത്ത എന്ന സിനിമയ്ക്ക് ശേഷം കാർത്തി ഡബിൾ റോളിൽ വന്ന സിനിമ കൂടിയായിരുന്നു കാശ്മോര. അതും ഒരേ സമയം നായകനും വില്ലനുമായിട്ട്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഹീറോ ആയിട്ടുള്ള കാർത്തിയുടെ സീൻസാണ് കാണിക്കുന്നത്. ഇതിൽ കാർത്തി ഒരു കള്ളസ്വാമി ആയിട്ടാണ് വരുന്നത്. പ്രേതങ്ങൾ ഒഴിപ്പിക്കുക, അതുപോലെ ഒരുപാട് ഉടായ്പകളെല്ലാം കാണിച്ച് പലരെയും വിശ്വസിപ്പിച്ച് പൈസ തട്ടിയെടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഉടായ്പകൾ കാണിക്കുന്ന ഹീറോ കാർത്തിയാണ് ഫസ്റ്റ് ഹാഫിൽ മൊത്തം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിലെ ഓരോ സീൻസും എടുത്തു വെച്ചിരിക്കുന്നത് ആ ലെവലിലാണ്. അതെന്തൊക്കെ പറഞ്ഞാലും ഡയറക്ടറെ സമ്മതിച്ചേ പറ്റൂ. മെയിനായിട്ട് ഈ സിനിമയുടെ കോമഡി സീൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പക്കാ സംഭവം. എനിക്ക് പേഴ്സണലി കോമഡി സീൻസ് എല്ലാം നല്ല രീതിയിൽ വർക്കായതാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം കോമഡി പരിപാടിയാണ് മൊത്തത്തിൽ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു സിനിമയുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. സിനിമയിൽ പെർഫോമൻസ് വൈസ് നോക്കിയാലും അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ തന്നെ വെടിപ്പായിട്ട് തന്നെ അവരുടെ പെർഫോമൻസുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഫീമെയിൽ ലീഡായിട്ട് എത്തുന്നത് ശ്രീവിദ്യയും നയൻതാരയുമാണ്. ശ്രീവിദ്യനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹീറോ ആയിട്ടുള്ള കാർത്തിയുടെ പേരായിട്ടാണ് വരുന്നത്. പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ചുമ്മാ വന്നു പോകുന്നു എന്നുള്ള ഒരു ക്യാരക്ടറായിട്ട് മാത്രം. ഇനി നയൻതാരയെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വില്ലൻ കാർത്തിയുടെ ഒപ്പമാണ് നയൻതാര ഉള്ളത്. നയൻതാരയുടെ സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് തന്നെയാണ്. സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഫ്ലാഷ് ബാക്കിലാണ് നയൻതാരയുടെ സീൻസ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ മെയിൻ സംഭവം തന്നെയാണ് നയൻതാര. അതുപോലെ സിനിമയിൽ എടുത്തു പറയേണ്ടത് സന്തോഷ് നാരായണൻ്റെ സോങ്സും BGMസും ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് കോമഡി BGMസും ഹൊറർ BGMസും ആയിരുന്നു. അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാശ്മീര സിനിമയിൽ ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് VFX പരിപാടി തന്നെയാണ്. ആ ടൈമിൽ ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ച് അത്രയും അടിപൊളി VFX ആയിരുന്നു അവർ ചെയ്തിരുന്നത്. വില്ലൻ കാർത്തിയുടെ പ്രേതമായിട്ടുള്ളൊരു ലുക്ക് ഉണ്ട്. വില്ലൻ കാർത്തി ശരിക്കും ഇതിൽ പ്രേതമാണ്. ശരീരം ഒരു സൈഡിലും തല വേറെ സൈഡിലും, അങ്ങനത്തെ ഒരു VFX പരിപാടിയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ടോപ്പ് നോച്ച് സംഭവമായിരുന്നു. അതുപോലെ ഹൊറർ സീൻസിലുള്ള VFX പരിപാടി എല്ലാം ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കാശ്മീര സിനിമയിൽ ഗുഡ് തിങ്സ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി കാശ്മീര സിനിമയെ മെയിനായിട്ട് ബാധിച്ച കാര്യം, സിനിമ ആവറേജായി പോവാനുള്ള കാരണം. കാശ്മീര സിനിമ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫാണ് സിനിമ ഹൊറർ മൂഡിലേക്ക് മാറുന്നത്. സെക്കൻഡ് ഹാഫിലാണ് പ്രേതമായിട്ടുള്ള വില്ലൻ കാർത്തിയുടെ എൻട്രിയും വരുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എഡിറ്റിങ്ങിലും സ്ക്രീൻ പ്ലേയിലെല്ലാം ഗംഭീരമായി നിന്നപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫ് ഫുള്ള് ഡൗൺ ആവുകയാണ്. പോരാത്തതിന് എഡിറ്റിംഗ് ആയാലും സ്ക്രീൻ പ്ലേ ആയാലും നല്ല ഷോക്കായിട്ടാണ് സെക്കൻഡ് ഹാഫിൽ വന്നത്. സെക്കൻഡ് ഹാഫിൽ മൊത്തം ടിപ്പിക്കൽ ക്ലീഷേ ഹൊറർ പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത്. കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് എന്താ നടക്കാൻ പോകുന്നതെന്ന് ഓൾറെഡി ഗസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലാണ് വില്ലൻ കാർത്തിയുടെ ഫ്ലാഷ് ബാക്ക് വരുന്നത്. നയൻതാരയുടെയും വില്ലൻ കാർത്തിയുടെയും ആ ഒരു ഫ്ലാഷ് ബാക്ക് കുറച്ച് ലോങ് ആണ്, ലാഗ് ഉണ്ട്. പിന്നെ പീരിയോഡിക് പോർഷനൊക്കെ ചെയ്തു വെച്ച ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനെല്ലാം നൈസായിരുന്നു. ആ ഒരു വിഷ്വൽസും കാര്യങ്ങളും എല്ലാം ഗംഭീരമായിരുന്നു. എന്നാൽ ആ ഒരു ഫ്ലാഷ് ബാക്ക് നല്ല രീതിയിൽ അവർ വലിച്ച് നീട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് സിനിമയെ മെയിനായിട്ട് ബാധിച്ചതും. സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ ശരിക്കും നമുക്ക് നല്ല രീതിയിൽ ലാഗ് ഫീൽ ചെയ്യും. പിന്നെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് പറയാനാണെങ്കിലും ടിപ്പിക്കൽ ക്ലീഷേ ഫ്ലാഷ് ബാക്കാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒന്നുമില്ല. പീരിയോഡിക് പോർഷനിലുള്ള കാർത്തിയുടെ ഫൈറ്റ് വരെ ഒരു ഇമ്പാക്റ്റും തരാത്ത ക്ലീഷേ സംഭവങ്ങളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ട്രീറ്റ് ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ഹാഫും കൊണ്ടുപോയിരുന്നേ ഈ ഒരു സിനിമ വേറൊരു ലെവലിൽ എത്തിയേനെ. ഹൊറർ വന്നോട്ടെ, എന്നാൽ മേക്കിങ്ങിലേലും അവർക്കൊരു വെറൈറ്റി പിടിക്കായിരുന്നു. ഇൻ്റർവെൽ ബ്ലോക്ക് വരെ അടിപൊളിയായി പോയിക്കൊണ്ടിരുന്ന സിനിമ
സെക്കൻഡ് ഹാഫിൽ അങ്ങ് മൂക്കും കുത്തി വീണെന്ന് തന്നെ പറയാൻ സാധിക്കും. സെക്കൻഡ് ഹാഫിൽ ക്ലീശ ഹൊറർ സംഭവങ്ങൾ, ക്ലീശ ഫ്ലാഷ് ബാക്ക്, ക്ലീശ മേക്കിംഗ് എല്ലാം കൊണ്ടും സെക്കൻഡ് ഹാഫാണ് കാശ്മോർ എന്ന സിനിമയെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കിയത്. കാശ്മോർ എന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് വില്ലൻ കാർത്തിയാണ്. ആ ഒരു വില്ലൻ കാർത്തിയുടെ കാശ്മോർ എന്ന ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും മാനറിസങ്ങളും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കിടിലൻ വില്ലൻ തന്നെയായിരുന്നു. നല്ലൊരു ഹീറോ ക്യാരക്ടർ, നല്ലൊരു വില്ലൻ ക്യാരക്ടർ എല്ലാം ഉണ്ടായിരുന്നിട്ട് കൂടിയും സെക്കൻഡ് ഹാഫിലെ പിഴവ് കാരണം കാശ്മോർ എന്ന സിനിമ ആവറേജ് ലെവലിൽ മാത്രം ഒതുങ്ങിപ്പോയി. ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ ക്ലീശ ക്ലൈമാക്സ്. കണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ പറയും അടുത്ത അതാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ തന്നെ കറക്റ്റ് സംഭവം അതുതന്നെയായിരിക്കും നടക്കുക. ആ ലെവൽ ക്ലീശ ക്ലൈമാക്സ് ഒക്കെയാണ് സിനിമയിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ശരിക്കും കാശ്മോർ എന്ന ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. ക്ലൈമാക്സിൽ ഇതുപോലെ തന്നെ നയൻതാരയും കാശ്മോരിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അതും വാൾ ഫൈറ്റ്. കോറിയോഗ്രാഫിയൊക്കെ പക്ക ശോകമായിരുന്നു. ബട്ട് സിനിമ എങ്ങനെ ആയിക്കോട്ടെ, സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാശ്മോർ എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാശ്മോർ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.